ഹലോ ഗൈസ്, ദൃശ്യം 3 ഇനിയും കാണാൻ പോകുന്ന ആൾക്കാരാണ് നിങ്ങൾ എങ്കിൽ ഈ 4 കാര്യം ശ്രദ്ധിക്കുക. ഈ വാഴയും എല്ലാം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ദൃശ്യം മൂവി കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. കുറേ നെഗറ്റീവ് റിവ്യൂ ഉണ്ടെങ്കിലും പടം അടിപൊളിയാണ്. അപ്പോൾ ഒന്നാമത്തെ മെയിനായിട്ടുള്ള കാര്യം, സിനിമ കഴിഞ്ഞിട്ട് ആ ലാസ്റ്റ് ക്രെഡിറ്റ്സ് എല്ലാം കാണിക്കുമല്ലോ, ഡയറക്ടർ ബൈ ജീത്തു ജോസഫ്. അപ്പോൾ എല്ലാവരും ഇറങ്ങി പോകുന്നുണ്ട്. നിങ്ങൾ ഇറങ്ങിപ്പോകരുത്, കുറച്ച് സെക്കൻഡുകൾ അവിടെ കാത്തിരിക്കുക. അപ്പോഴാണ് ഒരു മെയിൻ ട്വിസ്റ്റ് വരുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇൻ്റർവെല്ലിന് മുന്നേ നമുക്ക് ചിലപ്പോൾ കാപ്പിയോ ചായയൊക്കെ കുടിക്കാൻ തോന്നും, ഇടയ്ക്ക് ഒന്ന് ഇറങ്ങിപ്പോകണമൊക്കെ തോന്നും. കുറച്ച് ഇൻ്റർവെല്ല് വരെ കുറച്ച് ലാഗായിട്ട് പോകും. പക്ഷേ ഇൻ്റർവെല്ലിൻ്റെ തൊട്ട് മുന്നേ ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ട്. ആരും ഇറങ്ങിപ്പോകരുത്, അവിടെ കാത്തിരിക്കണം. മൂന്നാമത്തെ കാര്യം, ഇൻ്റർവെല്ലിൽ ടൈം കിട്ടുമ്പോൾ ചായ കോഫി കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇൻ്റർവെല്ലിന് ശേഷമുള്ള 1 hour പീക്ക് ട്വിസ്റ്റും കാര്യങ്ങളാണ്. നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പറ്റില്ല. അതുകൊണ്ട് ആ സമയത്ത് ഫുൾ ടൈം തിയേറ്ററിൽ തന്നെ ഇരിക്കുക. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, സിനിമ തുടങ്ങുമ്പോൾ തന്നെ തിയേറ്ററിൽ എത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം സിനിമ തുടങ്ങുമ്പോൾ തന്നെ ദൃശ്യം 1, 2ൻ്റെ മോണോക്രോമായിട്ട് അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ മെമ്മറീസിലേക്കെല്ലാം പോകാൻ സാധിക്കും. അതിനുശേഷമാണ് ദൃശ്യം 3ലേക്ക് വരുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. സിനിമ കാണുക. ദൃശ്യം 3 അടിപൊളി.